CJPയുടെ പ്രക്ഷോഭത്തിന് ശേഷം യഥാർത്ഥത്തിൽ സർവകലാശാലകളും സംഘപരിവാറും ആ സംഘപരിവാർ നിയന്ത്രിക്കുന്ന വൈസ് ചാൻസലർമാരുമൊക്കെ എത്രമാത്രം ഭയപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒന്ന്, നമുക്കെല്ലാം അറിയാം, കണ്ണൂർ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം ഐഷി ഘോഷ് വന്ന് ഒരു ഷീ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവരെത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഐഷി ഘോഷ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CJP പ്രൊട്ടസ്റ്റിൻ്റെ ഒരു നായികയായിരുന്നു. അവർ നിരാഹാരമടക്കം അവിടെ അനുഷ്ഠിച്ചിരുന്നതാണ്. ആ നിരാഹാരമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അവർക്കെതിരെയുള്ള നടപടിയെടുക്കാൻ വേണ്ടി ഡൽഹി പോലീസ് വളരെ ആവേശത്തോടുകൂടി എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു ചെറിയ വെസ്റ്റ് ബംഗാളിൽ അവർ ഈ പറയുന്ന പോലെ മമതാ ബാനർജിക്കെതിരെ ഒരു പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ യഥാർത്ഥത്തിലുള്ള ഒരു ചെറിയ ഈ പറയുന്ന പോലെ കേസിൻ്റെ കാര്യത്തിൽ വളരെ ആവേശത്തോടു കൂടി ഒരു കോടതി, ആ കോടതിയിൽ ചെന്ന് നമ്മളൊന്ന് ഹാജരായാൽ അപ്പം തന്നെ ആ വാറണ്ട് പിൻവലിക്കാവുന്നേ ഉള്ളൂ. അത് നിസ്സാരമായ കാര്യമാണ്. പക്ഷേ ആ വാറണ്ട് പിൻവലിക്കുന്നതിന് മുമ്പ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഇന്ത്യ മുഴുവൻ വളരെ പ്രശസ്തയായ ഒരൊറ്റ സംഭവത്തോടുകൂടി തന്നെ പ്രശസ്തയായ ഐഷി ഘോഷ്, യഥാർത്ഥത്തിൽ ഐഷി ഘോഷ് അവിടെ ദിവസങ്ങളോളം നിരാഹാരം കിടന്നപ്പോൾ അധികം പേര് അറിഞ്ഞിരുന്നില്ല. ഈ സംഭവത്തോടുകൂടി ഇന്ത്യയിലെ നാഷണൽ മീഡിയയും കേരളത്തിലെ മീഡിയകളും ഒക്കെ തന്നെ ചർച്ചയായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു വീരപരിവേഷം കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ നിരവധി തവണ ആക്രമണത്തിൻ്റെയൊക്കെ ഇരയായിട്ടുള്ള ഒരാളാണ് SFIയുടെ ധീരയായിട്ടുള്ള നേതാവായിട്ടുള്ള ഐഷി ഘോഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കണ്ണൂർ സർവകലാശാലയിൽ വരുന്നു. അവിടെ വരുമ്പോൾ ഒരു ഹോള് ഉപയോഗിക്കുന്നതിന് വേണ്ടി യൂണിയൻ തന്നെയാണ് പ്രോഗ്രാം നടത്തുന്നത്, സ്റ്റുഡൻസ് യൂണിയനാണ്. ആ നടത്താൻ വേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ അതിന് അനുമതി കൊടുത്തിരുന്നു. ഏറ്റവും ലാസ്റ്റ്, അതായത് നാളെയാണ് പരിപാടിയെങ്കിൽ ഒരു പരിപാടി എല്ലാം ഓർഗനൈസ് ചെയ്തതിന് ശേഷം രാത്രി 11:30 ഒരു മെയിൽ വരുന്നു. അത് ഈ പരിപാടി ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ധീരരായിട്ടുള്ള SFIയുടെ ചുണക്കുട്ടികൾ അവർ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഹോള് തുറക്കുകയും അവിടെ പരിപാടി നടത്തുകയും ചെയ്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. വലിയ തോതിലുള്ള ഒരു സ്വീകരണമാണ് ഐഷി ഘോഷും ആ പ്രോഗ്രാമിനൊക്കെ കിട്ടിയത്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആളൊക്കെ തന്നെ ഒരു സംഘിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി കൊണ്ടാണ് അവർ ഭയന്ന് ഈ പറയുന്ന ഒരു ഹോളിൽ ഒരു പ്രോഗ്രാമിന് അവിടുത്തെ കുട്ടികൾക്ക് പോലും അനുമതി കൊടുക്കാതിരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഭയന്നുകൊണ്ടേയിരിക്കുന്നു. ഇവർ ഇതിനുള്ള പ്രചാരം നടത്താൻ വേണ്ടി, അതായത് ഈ പറയുന്ന ജൻസി കലാപത്തിനൊക്കെ ശേഷം യഥാർത്ഥത്തിൽ അതിനെതിരെയുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഇവർ വലിയ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ വൈസ് ചാൻസലർമാരൊക്കെ തന്നെ ഇതിനെതിരെ യാതൊരു പ്രതിഷേധവുമില്ല നമ്മുടെ UDF ഗവൺമെൻറ്റിന് എന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയണം. UDF ഗവൺമെൻറ്റൊക്കെ വളരെ ലളിതമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള റോജി M. ജോണിനോ മുഖ്യമന്ത്രി VD സതീശനോ ഇതിലൊന്നും യാതൊരു എതിർപ്പുമില്ല. കാരണം എന്ന് വെച്ചാൽ സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ നമ്മുടെ സർവകലാശാല വിഴുങ്ങിക്കോട്ടെ, ഗവർണർക്ക് ഇഷ്ടമുള്ള ആളുകളെ വൈസ് ചാൻസലറായി വെച്ചോട്ടെ, ആ വൈസ് ചാൻസലർമാരൊക്കെ ചെന്ന് എന്ത് ചെയ്തോട്ടെ, മോഹൻ ഭഗവത്തിൻ്റെ പരിപാടിക്ക് ഇരുന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ നേരിട്ട് തന്നെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ DGPയെയും ഒക്കെ വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. കൂടാതെ യോഗാ ദിനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതിനോടൊന്നും ഇവർക്കൊരു പ്രതിഷേധമില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ അഴിഞ്ഞാടുകയാണ്, ആറാട്ട് നടത്തുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മോഹനൻ കുന്നുമ്മേൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി, അത് കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ പല റാങ്കിങ്ങിലും തന്നെ ഏറ്റവും മികച്ച പൊസിഷനിൽ നിൽക്കുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന തന്നെ കണ്ടിരുന്നു, വന്ദേമാതരം പാടാത്തവർ അമ്മയെ അറിയാത്തവരാണെന്നൊക്കെ ഉള്ളത്. ആ പ്രസ്താവനയ്ക്ക് ശേഷം പോലും അദ്ദേഹം ഒന്നും അടങ്ങിയിരിക്കാൻ തയ്യാറില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ V. മുരളീധരൻ MLAയുടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളെയൊക്കെ തന്നെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ആ ആദരിക്കുന്ന ചടങ്ങിൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്, കുട്ടികളോടൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ പാറ്റകളാണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോക്രോച്ചുകളാണോ, കോക്രോച്ച് ജനതാ പാർട്ടി അനുകൂലിക്കുന്നവരാണോ എന്നുള്ളതാണ്. പക്ഷേ
നിങ്ങൾ ഉറക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഇത് കേരളമാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി വിചാരിച്ച പുള്ളി വേറെ എവിടെയെങ്കിലുമാണ് നിൽക്കുന്നതെന്നാണ്. കേരളത്തിലെ കുട്ടികൾ വളരെ മിടുക്കന്മാരാണ്, ഇന്ത്യയിലെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് പുള്ളി ഇനി വേറെ വല്ല വിദേശ രാജ്യത്തും പോയിട്ട് അവിടുത്തെ കുട്ടികളോട് ചോദിക്കുന്നതായിരിക്കുന്നല്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് വല്ല മറുപടിയും കിട്ടിയേക്കും. ഈ കുട്ടികൾ ആരും തന്നെ മിണ്ടിയില്ല. ഒരു കുട്ടി തന്നെ പറഞ്ഞ പോലെ എന്താണ്ട് ചുണ്ടനക്കി എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കുട്ടികളും മിണ്ടിയില്ല. പുള്ളി പലവട്ടം ഉറക്കെ പറയൂ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയായിരുന്നു. സത്യത്തിൽ പുള്ളിയോട് ഒരാളും തന്നെ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അതിനുശേഷവും പുള്ളി ഇത് വിടാൻ തയ്യാറില്ല. പുള്ളി പറയുന്നത് നിങ്ങൾ പാറ്റകളാണ് എന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമായി ഗവർണറുണ്ട്, ഗവർണർ അവിടെ ഉണ്ട്. കൂടാതെ ഗവർണറാണ് ഉപഹാരങ്ങളൊക്കെ കൈമാറ്റം ചെയ്ത്. അപ്പം മോഹനൻ കുന്നുമ്മേലുണ്ട്, കാരണം പുള്ളിയുടെ ഗുഡ് ബുക്കിൽ കയറാനായിട്ട് കൂടിയാണ്. കൂടാതെ ഹരിയസ് കർത്ത എന്ന് പറയുന്ന ഗവർണറുടെ ഈ പറഞ്ഞ പോലെ സെക്രട്ടറി അവിടെ ഇരിക്കുന്നുണ്ട്, വി മുരളീധരനുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് പുള്ളിയുടെ ഈ പ്രകടനം. കാരണം ഇവരുടെയൊക്കെ ഒരു ഗുഡ് ബുക്കിൽ കയറി ഇനി എന്തെങ്കിലും പോസ്റ്റ് അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ പാറ്റകളല്ല, നിങ്ങൾ ദുർഗാദേവികളാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പുള്ളിയൊക്കെ മുന്നോട്ട് വെക്കാൻ പോകുന്ന ആശയം എന്താണ്. ആദ്യം പുള്ളി സിംഹങ്ങളാണ് എന്നുള്ളത് പറഞ്ഞു, പക്ഷേ കുട്ടികൾക്കൊന്നും വലിയ മൈൻഡ് ഉണ്ടായില്ല. അവർ വളരെ ഒരു നിസ്സംഗതയോടുകൂടി അവിടെ ഇരുന്നു. അപ്പോഴാണ് പറയുന്നത് ഇനി ദുർഗാദേവികളാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വൈസ് ചാൻസലർമാരുടെ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത, ഒരു ആൾക്കും ന്യായീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ്, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, ഭാരതാംബ കൊണ്ടുപോയി വെക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, വെക്കാൻ വേണ്ടിയിട്ട് പുള്ളി വലിയ സമരം നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റുകളിൽ, സിൻഡിക്കേറ്റുകളിൽ, എക്സ്പേർട്ട് കമ്മിറ്റികളിലൊക്കെ തന്നെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തി നിറക്കുമ്പോഴാണ് നമ്മുടെ വി ഡി സതീശൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഗവർണറുമായിട്ടൊന്നും വലിയ പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സമുദായത്തിലെ പ്രിയപ്പെട്ട ആളുകളെല്ലാവരും തന്നെ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിണറായി വിജയൻ്റെ ആദ്യത്തെ സർക്കാരിലും രണ്ടാമത്തെ സർക്കാരിലുമൊക്കെ തന്നെ, കഴിഞ്ഞ 2 സർക്കാരുകളിലും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും അതുപോലെ തന്നെ രാജേന്ദ്ര ആർലേക്കർക്കെതിരെയും ഒക്കെ വലിയ പ്രക്ഷോഭം നടത്തിയതും ഗവൺമെൻറ് തന്നെ ഈ പറയുന്ന പോലെ മുഖത്തോട് മുഖം പോരടിക്കാൻ തയ്യാറായി നിന്നതൊക്കെ മറന്നു പോകരുത്. അതെല്ലാം തന്നെ ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് സംഘപരിവാറിൻ്റെ ഐഡിയോളജികൾ, സംഘിവൽക്കരണം നടത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും വിലക്കാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനോ കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നുള്ളതും, അതിന് UDF, മുസ്ലിം ലീഗ് അടങ്ങുന്ന UDF പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതും അങ്ങേയറ്റം ജുഗുപ്സാവഹമായിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങേയറ്റം ആശങ്ക ഉണർത്തുന്നൊരു കാര്യമാണ്.